വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഹോട്ട് ടോപ്പിക്സിന്റെ 57ാമത്തെ ക്ലാസ് ആണ്. അങ്ങനെ 60 ക്ലാസ് ഉള്ളൂ അല്ലെ. അപ്പൊ നമ്മൾ ആ 30 ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളതും പ്രധാനപ്പെട്ട ഹോട്ട് ടോപ്പിക്സും ഒക്കെ ഒരുവിധം കവർ ചെയ്തിട്ടുണ്ട്. ഇനി കുട്ടി കുട്ടി ടോപ്പിക്സ് ആണെന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു കുട്ടി ടോപ്പിക് നമ്മൾ ആദ്യം തന്നെ പഠിക്കുക കേട്ടോ. അതായത് ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു ചോദ്യമാണ്. ടീച്ചർ എഴുതാം ഡിവൈസ് ക്ലോഷർ. കേട്ടിട്ടുണ്ടോ ഇത്? ഡിവൈസ് ക്ലോഷർ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചതാണ്. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിൽ ടീച്ചർ പറഞ്ഞിട്ടുള്ളതുമാണ്. ഡിവൈസ് ക്ലോഷർ എന്ന് പറയുന്നത് എന്താണെന്നാ ചോദിക്കുന്നത്. അതായത് എന്തിനായിട്ട് ഉപയോഗിക്കുന്ന, ഏത് വൈകല്യത്തിന്, ഏത് ശരീരത്തിലെ ഏത് അവയവത്തിന് വരുന്ന വൈകല്യത്തിന് ചികിത്സിക്കുന്ന ഉപകരണമാണ് ഡിവൈസ് ക്ലോഷർ എന്നാണ് ചോദിച്ചത്. ഹൃദയത്തിന് വരുന്ന പ്രശ്നങ്ങൾക്ക് കേട്ടോ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹൃദയത്തിന്റെ മുകളിലെ 2 അറകൾക്ക്, അതായത് ഏട്രിയം അല്ലെ, അപ്പൊ ആ അറകൾക്ക് ഇടയിലെ ഭിത്തിയിൽ ഉണ്ടാകുന്ന സുഷിരങ്ങൾ, ഹൃദയത്തിലെ എന്താ പറയാ അറകൾക്ക് ഇടയിലുള്ള ഭിത്തിയിൽ സുഷിരങ്ങൾ ഉണ്ടാകും. അപ്പൊ അങ്ങനെ വരുന്ന അത്തരം വൈകല്യങ്ങൾക്ക് ചികിത്സിക്കുന്ന ഉപകരണത്തിന് വിളിക്കുന്ന പേരാണ് ഡിവൈസ് ക്ലോഷർ. അപ്പൊ ഇത്ര മാത്രല്ല, ഇനി ശരീരത്തിലെ ഓരോരോ അവയവങ്ങളും നോക്കിയിട്ട് ആ അവയവങ്ങൾക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ ഏത് ചികിത്സാ രീതിയാണ് നമ്മൾ ഉപയോഗിക്കാന്നൊന്ന് പഠിച്ചു വെക്കുക. നമുക്ക് അടുത്തത് ഹൃദയത്തിന് വരുന്നത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, ആൻജിയോപ്ലാസ്റ്റി. എല്ലാവരും കേട്ടിട്ടുള്ള കാര്യമായിരിക്കും. അപ്പൊ ഹൃദയത്തിന് പ്രശ്നം വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക? ആൻജിയോപ്ലാസ്റ്റി ചെയ്യുക. അതുപോലെ തന്നെ ബൈപ്പാസ് സർജറിയും ഹൃദയത്തിന് പ്രശ്നം വരുമ്പോഴാണ് ചെയ്യുക, ബൈപ്പാസ്. അപ്പൊ ഡിവൈസ് ക്ലോഷർ, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ്, ഇതൊക്കെ ഹൃദയത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ചെയ്യുന്നതാണെന്ന് മനസ്സിലാക്കാം. ഇനി നമ്മുടെ വൃക്കയ്ക്ക് വരുമ്പോ ചെയ്യണത് എന്താണ്? നമ്മൾ ഒന്നുകിൽ വൃക്ക മാറ്റി വെക്കും, അത് നമുക്കറിയാം. അടുത്തത് നെഫ്രക്ടമി. എന്താണ്? നെഫ്രക്ടമി. വൃക്കയ്ക്ക് തകരാറ് വരുമ്പോ ചെയ്യുന്നതാണ് നെഫ്രക്ടമി. അടുത്തത് നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഹീമോഡയാലിസിസ്. ഹീമോഡയാലിസിസ്. അപ്പോ ഇത് രണ്ടും വൃക്ക മാറ്റിവെക്കൽ എല്ലാവർക്കും അറിയുന്നതായതുകൊണ്ട് ടീച്ചർ എഴുതാത്തെ. വൃക്ക മാറ്റിവെക്കലും നെഫ്രക്ടമി എന്ന് പറയുന്ന ചികിത്സയും ഹീമോഡയാലിസിസ് ചികിത്സയൊക്കെ വൃക്കയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി അടുത്തത് TACE. എന്താണിത്? ട്രാൻസ് ആർട്ടീരിയൽ കീമോ എംബോളിസേഷൻ. പഠിപ്പിക്കാം ടീച്ചറെ. ട്രാൻസ് എന്താണ്? ട്രാൻസ് ആർട്ടീരിയൽ. ട്രാൻസ് ആർട്ടീരിയൽ പൂർണ്ണരൂപാണ് പറയണേ. കീമോ എംബോളിസേഷൻ. എംബോളിസേഷൻ എന്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ഇത്? കരള് ട്ടാ. കരളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചികിത്സാ രീതിയാണ്. അടുത്തത് നോക്കൂ. അടുത്തത് ഒരെണ്ണം പറയുന്നു, ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷൻ. ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷൻ. അപ്പൊ ഇവിടെ ബ്രെയിൻ എന്ന് പറയുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് ഉത്തരം കിട്ടി. എന്താണ്? മസ്തിഷ്കവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചികിത്സാ രീതിയാണ്. അടുത്തത് നോക്കൂ, ഓക്സിജൻ തെറാപ്പി. ഓക്സിജൻ തെറാപ്പി. ഓക്സിജൻ തെറാപ്പി ചെയ്യുന്നതും പൾമണറി റീഹാബിലിറ്റേഷൻ. പൾമണറി പൾമണറി റീഹാബിലിറ്റേഷൻ. ഇത് രണ്ടും ചെയ്യുന്നതും റീഹാബിലിറ്റേഷൻ ഇത് രണ്ട് ചെയ്യുന്നതും എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? ശ്വാസകോശം. അപ്പൊ ടീച്ചർ ഇത് എവിടുന്നാ കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചറുടെ ഇഷ്ടത്തിന് ടീച്ചർ കൊണ്ടുവന്നിട്ടുള്ള പോയിന്റുകളല്ലാതെ ഇതൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ, അപ്പൊ ഞാൻ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യമാണ് ഡിവൈസ് ക്ലോഷർ എന്ന് പറയുന്നത്. അപ്പൊ നാളെ നെഫ്രക്ടമി പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്, മറ്റു കാര്യങ്ങളൊക്കെ ചോദിച്ചുകൂടായില്ല. അപ്പൊ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പോ വന്നിട്ടുള്ള ടോപ്പിക്സ് പിന്നെയും ആവർത്തിക്കുന്ന ടോപ്പിക്സിനെയാണ് നമ്മൾ ഹോട്ട് ടോപ്പിക്സ് വിഭാഗത്തിൽ പെടുത്തണേ അല്ലെ. അപ്പൊ ഇത് പഠിച്ചു വെക്കണം. ഇനി നമ്മളോട് ചോദിക്കാറുണ്ട്, ചില ജലോത്സവങ്ങൾ തന്നിട്ട് ആ ജലോത്സവം ഏത് കായലിലാ നടക്കണേ? എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് നെഹ്റു ട്രോഫി. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ്? പുന്നമടക്കായലിലാണ്. നെഹ്റു ട്രോഫി പുന്നമടക്കായലിൽ നടക്കുന്നു എങ്കിൽ ഇന്ദിരാഗാന്ധി വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? ഇന്ദിരാഗാന്ധി വള്ളംകളി നടക്കുന്നത് വേമ്പനാട് കായലിലാണ്. അടുത്തത് എപ്പോഴും ചോദിക്കാറുണ്ട്, ആറന്മുള
ഉത്രട്ടാതി വള്ളംകളി. ആറന്മുള ഉത്രട്ടാതി വള്ളംകളി നടക്കുന്നത് ഏത് നദിയിലാ? പമ്പാ നദിയിലാണ്. അടുത്തത് പ്രസിഡൻസ് ട്രോഫി നടക്കുന്നത്, പ്രസിഡൻസ് ട്രോഫി വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? അഷ്ടമുടിക്കായലിലാണ്. എവിടെയാണ്? അഷ്ടമുടിക്കായലില്. ഇനി അടുത്തത് ശ്രീനാരായണ ട്രോഫി. ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? കന്നേറ്റിക്കായലിലാണ്. ചോദിച്ചിട്ടുള്ളതാണ് ശ്രീനാരായണ ട്രോഫി വള്ളംകളി. എന്നാൽ ശ്രീനാരായണ ജയന്തി വള്ളംകളി, ശ്രീനാരായണ ജയന്തി വള്ളംകളി നടക്കുന്നത് കുമരകം കായലിലാണ്. എവിടെയാണ്? കുമരകം. അടുത്തതും ചോദിച്ചിട്ടുള്ളതാണ് ചമ്പക്കുളം മൂലം വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? പമ്പാ നദിയിലാണ് ചമ്പക്കുളം വള്ളംകളി. അടുത്തത് അയ്യങ്കാളി വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? വെള്ളായണിക്കായലാണ്. എവിടെയാണ്? വെള്ളായണിക്കായലാണ്. ക്ലിയർ ആയില്ലേ? മദർ തെരേസ വള്ളംകളി, മദർ തെരേസ, മദർ തെരേസ വള്ളംകളി നടക്കുന്നത് അച്ഛൻ കോവിലാറിലാണ്. അച്ഛൻ കോവിലാറ്. ഒരെണ്ണം കൂടിയും പഠിക്കുക. രാജീവ് ഗാന്ധി വള്ളംകളി നടക്കുന്നത്, രാജീവ് ഗാന്ധി വള്ളംകളി നടക്കുന്നത് വെള്ളായണിക്കായലിലാണ്. വെള്ളായണിക്കായൽ. ഇത്രയും ക്ലിയർ ആയോ? അപ്പൊ നമ്മള് ട്രോഫികൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ? ഇനി അടുത്തത് നമ്മളോട് ചോദിക്കുന്നതാണ് ഒളിമ്പിക്സ് ചിഹ്നത്തിലെ വളയങ്ങള്. ആ ഒളിമ്പിക്സ് ചിഹ്നത്തിലെ വളയങ്ങൾ ഏതൊക്കെ രാജ്യങ്ങളെ സൂചിപ്പിക്കുന്നു? ആ വളയങ്ങള്. അപ്പൊ നമുക്ക് ഓരോ വളയത്തിനും ഓരോ നിറങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതില് എന്താണ്? ഏഷ്യയെ സൂചിപ്പിക്കുന്നത്, ഏഷ്യ. ഏത് വളയമാണ്? മഞ്ഞ വളയം ഏഷ്യയെ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ എന്താ പറയുന്നത്? യൂറോപ്പിനെ സൂചിപ്പിക്കുന്നത് ഏത് വളയാണ്? നീലവളയമാണ്. ആഫ്രിക്കയെ സൂചിപ്പിക്കുന്നത് ആഫ്രിക്ക ബ്ലാക്ക് നിറത്തിലുള്ള വളയമാണ്. അമേരിക്കയെ സൂചിപ്പിക്കുന്നത് റെഡ് കളറിലുള്ള വളയമാണ്. ഓസ്ട്രേലിയയെ സൂചിപ്പിക്കുന്നത്, ഓസ്ട്രേലിയയെ സൂചിപ്പിക്കുന്നത് ഗ്രീൻ കളറിലുള്ള വളയമാണ്. ഒളിമ്പിക്സ് പതാക രൂപകൽപ്പന ചെയ്തത് ആര് എന്ന് ചോദിക്കാറുണ്ട്. പിയറി ഡി കുബർട്ടിൻ എന്ന് പറയുന്ന ആളാണ് അത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഒളിമ്പിക്സ് പതാകയുടെ നിറം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വെള്ള നിറമാണ് പറയാ. ഒളിമ്പിക്സ് പതാകയുടെ മധ്യത്തിലുള്ള നിറം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കറുപ്പ് നിറമാണ് പറയേണ്ടത്. എന്നാൽ മഞ്ഞവളയം ഏഷ്യയെയും, നീലവളയം യൂറോപ്പിനെയും, ബ്ലാക്ക് വളയം ആഫ്രിക്കയെയും, ചുവന്ന വളയം അമേരിക്കയെയും, ഗ്രീൻ കളറിലുള്ള പച്ചവളയം ഓസ്ട്രേലിയയെയും സൂചിപ്പിക്കുന്നു എന്ന് പഠിച്ചു വയ്ക്കുക. ചോദിച്ചിട്ടുള്ളതാണ്. ഒളിമ്പിക്സിന്റെ വളയങ്ങൾ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അടുത്തത് നമ്മൾ നോക്കേണ്ടത് ചില മൂലകങ്ങൾക്ക്, ചില മൂലകങ്ങൾക്ക് എന്താണ്? എന്താ? ചില ശാസ്ത്രജ്ഞന്മാരുടെ പേര് നൽകിയിരിക്കുന്നു. അപ്പൊ അത് നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പൊ ചില ഏത് ശാസ്ത്രജ്ഞന്മാരുടെ സ്മരണാർത്ഥം ലഭിച്ച പേരുകള് മൂലകങ്ങളുടെ കേട്ടോ. അപ്പോ നമ്മൾ നോക്കാം. ക്യൂറിയം, ക്യൂറിയം, ക്യൂറിയം ആരുടെ ആയിരിക്കും? മേരി ക്യൂറി. ആരാണ്? മേരി ക്യൂറി. പിയറി ക്യൂറി, മേരി ക്യൂറി, പിയറി ക്യൂറി എന്നീ ശാസ്ത്രജ്ഞന്മാരുടെ സ്മരണാർത്ഥമാണ് നമ്മൾ എന്ത് പേരിട്ടുള്ളത്? മൂലകത്തിന് ക്യൂറിയം എന്ന പേരിട്ടിട്ടുള്ളത്. എന്ത് പേരിട്ടിട്ടുള്ളത്? ക്യൂറിയം എന്ന പേരിട്ടിട്ടുള്ളത്. അടുത്തത് നമുക്കറിയാം ഐൻസ്റ്റീനിയം. നമ്മൾ കാണുമ്പോൾ തന്നെ അതിൽ നിന്ന് ഉത്തരം നമുക്ക് മനസ്സിലാവും. ആരുടെയാണ്? ആൽബർട്ട് ഐൻസ്റ്റീനോടുള്ള ബഹുമാന സൂചകമായി ഇല്ലേ? ആൽബർട്ട് ഐൻസ്റ്റീനോടുള്ള ബഹുമാന സൂചകമായി നമ്മൾ പേരിട്ടിരിക്കുന്ന മൂലകമാണ് ഐൻസ്റ്റീനിയം. ഇനി അടുത്തത് ഫെർമിയം. ഏതാണ്? ഫെർമിയം. ഫെർമിയം എന്താണ്? എൻറിക്കോ ഫെർമി. എൻറിക്കോ ഫെർമി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. എൻറിക്കോ ഫെർമി. അടുത്തത് നിങ്ങൾക്ക് അറിയാവുന്നതാണ് മെന്റലീവിയം. മെന്റലീവിയം ആരാണ്? ആള് ദിമിത്രി മെന്റലിയഫ് അല്ലെ? ദിമിത്രി മെന്റലിയഫ്, മെന്റലിയേവ്.
അദ്ദേഹത്തിന്റെ പേരിലാണ് മെന്റലിയം. അടുത്തത് നൊബേലിയം. അറിയാലോ നൊബേലിയം. നൊബേലിയം ആരുടെ ആയിരിക്കും? ആൽഫ്രഡ് നോബലിനോടുള്ള സ്മരണാർത്ഥം നമ്മൾ ഒരു മൂലകത്തിന് എന്ത് പേര് കൊടുത്തു? നൊബേലിയം. ആൽഫ്രഡ് നോബൽ അല്ലെ, നൊബേലിയം എന്ന് കൊടുത്തു. ഇനി അടുത്തത് റൂദർഫോർഡിയം. റൂദർഫോർഡിയം. റൂദർഫോർഡിയം അറിയില്ലേ മക്കളെ? എന്താണ് പേര്? ഏണസ്റ്റ് റൂദർഫോർഡ് അല്ലെ. ഏണസ്റ്റ് റൂദർഫോർഡിനോടുള്ള ബഹുമാനാർത്ഥമാണ് നമ്മൾ റൂദർഫോർഡിയം എന്ന പേര് നൽകിയത്. ഏണസ്റ്റ് റൂദർഫോർഡ്. ക്ലിയർ ആയില്ലോ? അടുത്തത് നമ്മൾ ബോറിയമാണ് പഠിക്കണേ. ബോറിയം ആരുടെ പേരാണ്? നീൽസ് ബോർ. നമ്മൾ അറിയുന്ന ഒരാളാണ് നീൽസ് ബോർ. വളരെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് നീൽസ് ബോർ അല്ലെ. ഇനി അടുത്തത് നോക്കൂ. അടുത്തത് കോപ്പർനീഷ്യം. കോപ്പർനീഷ്യം. കോപ്പർനീഷ്യം ആരായിരിക്കും വ്യക്തി? നിക്കോളസ് കോപ്പർനിക്കസ്. ആരാണ്? നിക്കോളസ്. നിക്കോളസ് കോപ്പർനിക്കസ് ആണ്. നിക്കോളസ് കോപ്പർനിക്കസ് ആണ്. ഇനി അടുത്തത് നോക്ക. റോൺജീനിയം. റോൺജീനിയം എന്ന് പറയുന്നത് ഒരു മൂലകത്തിന്റെ പേരാണ്. ആരോടുള്ള ബഹുമാനാർത്ഥം? വില്യം റോൺജൻ. വില്യം റോൺജൻ അദ്ദേഹത്തിനോടുള്ള ബഹുമാനാർത്ഥമാണ് ആ പേര് നൽകിയിരിക്കുന്നത്. വില്യം റോൺജൻ ആണ്. ഇനി ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാണ് നമ്മള്. ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യമാണ്. നോക്കൂ, ഒരു പാർട്ടിയുടെ പേര് തന്നിരിക്കുകയാണ്. ലിക്വിഡ് പാർട്ടി. ലിക്വിഡ് പാർട്ടി ഏത് രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് ലിക്വിഡ് പാർട്ടി എന്ന് LGSന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യമാണ്. ഇസ്രായേലിന്റെ. ഇസ്രായേലിന്റെ. അപ്പോ എന്താണ്? നിലവിലെ ബെഞ്ചമിൻ നെതന്യാഹു അദ്ദേഹത്തിന്റെ ഒക്കെ പാർട്ടിയാണ് ലിക്വിഡ് പാർട്ടി. അപ്പൊ നമ്മളോട് ചോദിക്കാറുള്ള ഇതുപോലെ തന്നെ മറ്റു പാർട്ടികളെ കുറിച്ചൊന്ന് ഓർത്തു വെക്കുക. നമ്മൾ ഓർക്കണം അവാമി ലീഗിനെ കുറിച്ച്. അവാമി ലീഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ? എവിടത്തെയാണ്? എവിടത്തെയാണ്? നമ്മുടെ ബംഗ്ലാദേശിലെയാണ്. അവാമി ലീഗ്, ജദീയ പാർട്ടി, ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി, ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി തുടങ്ങിയവ ബംഗ്ലാദേശിലെ പാർട്ടികളാണ്. ബംഗ്ലാദേശിലെ രാഷ്ട്രീയ പാർട്ടികളാണ്. ഇനി അടുത്തത് എല്ലാവർക്കും അറിയുന്നതാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എവിടത്തെയാണ്? അത് ചോദിക്കില്ല, അത് കാരണം അതിൽ ഉത്തരം ഉണ്ട് അല്ലേ. എവിടത്തെയാണ്? ചൈനയിലെയാണ്. ചൈനയിലെയാണ്. അടുത്തത് നിങ്ങൾ പഠിക്കണം. അടുത്തത് നോക്കൂ. റിനൈ. റിനൈ ട്ടോ. റിനൈ എന്താണ്? റിനൈസൻസ്. റിനൈസൻസ്. റിനൈസൻസ് എവിടത്തെയാണ്? ഫ്രാൻസിലെയാണ്. റിനൈസൻസ് എവിടത്തെയാണ്? ഫ്രാൻസിലെയാണ്. അടുത്തത് ബലാഡ്. ബലാഡ് ബ്ലൂ ആൻഡ് വൈറ്റ്. ബലാഡ് ബ്ലൂ ആൻഡ് വൈറ്റ്. അതുപോലെ ഹദാഷ്. ഹദാഷ് ഇവ ഇസ്രായേലിലെ പാർട്ടികളാണ്. ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണത്. അടുത്തത് അവാമി നാഷണൽ പാർട്ടി. അവാമി നാഷണൽ പാർട്ടി ട്ടോ. ഒരു പാർട്ടിയുടെ പേരാണ് എന്ത്? അവാമി നാഷണൽ പാർട്ടി എന്നത്. ഈ അവാമി നാഷണൽ പാർട്ടി, അവാമി നാഷണൽ പാർട്ടി അതുകൂടാതെ വേറൊരു പാർട്ടിയും കൂടി ഉണ്ട്. ഹസാര ഡെമോക്രാറ്റിക് പാർട്ടി. ഹസാര. ഹസാര ഡെമോക്രാറ്റിക് പാർട്ടി. ഇത് രണ്ടും എവിടത്തെയാണ്? ഹസോര ഡെമോക്രാറ്റിക്കും അവാമിയും രണ്ടും എവിടത്തെയാണ്? പാകിസ്ഥാനിലെയാണ് എന്ന് ഓർത്തു വയ്ക്കാം. അടുത്തത് നമ്മൾ പഠിക്കേണ്ട പാർട്ടികൾ. ഒന്ന്, അടുത്ത പാർട്ടിയുടെ പേരൊന്ന് നോക്കുക. റോഡിന എന്ന് പറയുന്ന പാർട്ടി. റോഡിന എന്ന് പറയുന്ന പാർട്ടി. അതുപോലെ തന്നെ ന്യൂ പീപ്പിൾ എന്ന് പറയുന്ന പാർട്ടി. റോഡിന, ന്യൂ പീപ്പിൾ. സിവിക്സ് പ്ലാറ്റ്ഫോം. എന്താണ്? സിവിക്സ് പ്ലാറ്റ്ഫോം. സിവിക്സ്. സിവിക്സ് പ്ലാറ്റ്ഫോം. ഈ പാർട്ടികളൊക്കെ തന്നെ എവിടത്തെയാണ്? റഷ്യയിലെ പാർട്ടികളാണ്. ഇനി അടുത്തത് റിപ്പബ്ലിക്കൻ പാർട്ടി. റിപ്പബ്ലിക്കൻ പാർട്ടി. അതുപോലെ തന്നെ ഡെമോക്രാറ്റിക് പാർട്ടി. റിപ്പബ്ലിക്കൻ അതുപോലെ ഡെമോക്രാറ്റിക് പാർട്ടികൾ രണ്ടും എവിടത്തെയാണ്? അമേരിക്കയിലെ പാർട്ടികളാണ്. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്ന, അതായത്
വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതൊക്കെ റാങ്ക് മേക്കിംഗ് പോയിന്റ്സ് ആണ്. അതായത് നമ്മളൊരു 70 മാർക്ക് 75 മാർക്കിലൊക്കെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ, അത്യാവശ്യം നല്ല മാർക്കിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ 70നേക്കാൾ മുകളില് പിന്നെ നമുക്ക് കിട്ടുന്നതൊക്കെ റാങ്ക് നേടിത്തരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതായത് 80 തൊട്ട് 100 വരെയുള്ളത് നമുക്ക് മാത്സും ഇംഗ്ലീഷ് മാത്സ് ആണ്, 20 മാർക്ക് മാത്സ് ആണ് ബാക്കി. അപ്പോ 70 തൊട്ട് 100 വരെ വരുന്ന റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസിലേക്ക് നമ്മളെ എത്തിക്കുന്നത് ഇത്തരം ചോദ്യങ്ങളാണ്. നന്നായി പഠിച്ചു വെക്കാട്ടോ.